ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗോതമ്പ് കൊണ്ടുള്ള ഒരു പൊറോട്ടയും അതോടൊപ്പം തന്നെ ചിക്കനില്ലാത്ത അല്ലെങ്കിൽ ഇറച്ചിയില്ലാത്ത ഒരു ഇറച്ചിക്കറിയും. വളരെ ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ 150 ml കപ്പിന് 2.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. അതിലേക്ക് ഒരു 8 വെളുത്തുള്ളി ചെറുതായിട്ട് കനം കുറഞ്ഞ് അതും കൂടി ഇട്ടു. പിന്നെ ഇടുന്നത് ഒരു പിടി മല്ലിയിലയാണ്. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ടു. ഒരു വെറൈറ്റി ദോശയല്ല, വെറൈറ്റി പൊറോട്ടയാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ഓരോ ഗോതമ്പ് പൊടിക്കും വെള്ളം വ്യത്യസ്ത അളവിലായിരിക്കും വേണ്ടത്. അതുകൊണ്ട് അളവ് പറയുന്നില്ല. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടകളില്ലാതെ നമുക്ക് കുഴച്ചെടുക്കാം. ദോശയുടെ അത്രയും വെള്ളം ചേർക്കരുത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ഒത്തിരി പരത്തത്തില്ല, ഒത്തിരി പരത്താവുന്ന ടൈപ്പിൽ ഒരു ഇഡ്ഡലിയുടെയൊക്കെ നമ്മൾ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. വളരെ ടേസ്റ്റാണ്. നമ്മൾ ആ വെളുത്തുള്ളി മല്ലിയിലൊക്കെ ഇടുന്നത് കൊണ്ട് ഒരു വെറൈറ്റിയാണ്. എന്നാൽ എണ്ണ നമ്മൾ ഒട്ടും ഉപയോഗിക്കുന്നില്ല ഇതിനകത്ത്. എണ്ണയില്ലാതെ പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് മേളിലൊന്ന് തൂത്ത് കൊടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ എണ്ണയൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. വളരെ ടേസ്റ്റിയാണ്. എന്നാൽ വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഉണ്ടോ? ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. നല്ല കട്ടയില്ലാതെയൊക്കെ നമുക്ക് കിട്ടുന്നതിന് നമ്മളുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ ഉണ്ടോ? ഇതുപോലെയുള്ള ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിനെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ചു. ചൂടൊന്ന് ക്രമീകരിക്കാനായിട്ട് ഒരു കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞൊഴിച്ചു. ഇനി അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ മാവ് കണ്ടോ, ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളുടെ മാവ് ഇരിക്കേണ്ടത്. ഒരു തവി കോരി ഒഴിച്ചു. ഒത്തിരി പരത്തണ്ട, നമ്മൾ ഇച്ചിരി കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഒത്തിരി പരത്താതെ ഇത്രയും പരത്തിയാൽ മതി. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഉണ്ടാക്കാനായിട്ട്. കുറച്ച് സമയം കൊടുക്കണം. പതുക്കെ അതവിടെ ഇരുന്ന് ഉണ്ടോ. അത് ഇച്ചിരി കട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ പൊറോട്ട എന്ന് പറയുന്നത്. അത് നമ്മൾ മുറിക്കുമ്പോൾ തന്നെ പല ലെയറായിട്ട് തന്നെ നമുക്കത് കാണാൻ പറ്റും. ഒരു പൊറോട്ടയുടെ ഷേപ്പിലൊക്കെ ആകും. കട്ടിയിൽ നമ്മളുണ്ടാക്കി നമ്മളൊന്ന് തിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ ഇട്ട് പുറമേ ഒരു 1/2 സ്പൂൺ, ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യ് മേളിൽ തൂക്കുന്നുള്ളൂ. 1 ടീസ്പൂണൊക്കെ ഒന്ന് തൂയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊന്തി വരും. അത് നമ്മളുടെ ആരോഗ്യം കൊണ്ട് നോക്കുന്നല്ലോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നന്നായിട്ട് നെയ്യൊക്കെ തൂത്ത് അപ്പുറവും ഇപ്പുറമൊക്കെ നന്നായിട്ട് മൊരിച്ച് നന്നായിട്ടിങ്ങനെ പൊന്തി വരും. കുറച്ച് ക്ഷമ വേണം നമ്മൾക്ക്. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ നമ്മളിത് പതുക്കെ മൊരിച്ചെടുക്കണം. 2 വശവും നന്നായിട്ട് മൊരിച്ചെടുക്കണം. നെയ്യ് 2 വശവും കുറേശ്ശെ നെയ്യ് 2 വശവും തൂത്ത് കൊടുത്തു. നമുക്ക് ചെറിയ തീയിൽ തിരിച്ചിട്ട് മറിച്ചിട്ട് ആ സ്റ്റിക്ക് കൊണ്ടൊന്ന് അമർത്തി ഒക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞും അതുപോലെ തന്നെ നല്ല പൊങ്ങിയും വരും. ആ വെളുത്തുള്ളിയുടെയും ആ മല്ലിയിലയുടെയൊക്കെ ആ മണം അത് വേകുമ്പോൾ
അത് മുരിയുമ്പോൾ ആ മണം നമ്മൾക്ക് കിട്ടും. വളരെ ടേസ്റ്റാണ്. നമുക്ക് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒരു കറിയും വേണ്ട, ഇതിന് കറിയില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് സ്റ്റിക്ക് കൊണ്ടൊന്ന് അമർത്തി 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 കൊടുക്കുമ്പോഴത് നന്നായിട്ടിങ്ങനെ പൊങ്ങി വരും. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അത് ഒത്തിരി അങ്ങ് പൊങ്ങത്തില്ല, എന്നാലും ഒരു പരിധി വരെ ഒന്ന് പൊങ്ങി നന്നായിട്ട് മൊരിഞ്ഞ് വരും. ഉണ്ടോ? ഇങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും നമുക്ക് നന്നായിട്ട് മൊരിച്ച് എടുക്കാം. കണ്ടോ പൊന്തി വരുന്നത്? നമ്മളെപ്പോഴും ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ വെറൈറ്റി ആയിട്ടൊക്കെ പലതരത്തിലൊക്കെ നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരുപോലെ എപ്പോഴും ചപ്പാത്തിയും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആ രീതിയൊക്കെ മാറ്റി നമുക്ക് പലതരത്തിൽ പല വെറൈറ്റിയിൽ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇച്ചിരി ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഒരു കളറൊക്കെ കിട്ടും. നമ്മളുടെ മല്ലിയിലയുടെ പച്ച കളറും ക്യാരറ്റിൻ്റെ കളറും ഒക്കെ ആകുമ്പോൾ നല്ലൊരു വെറൈറ്റി കളറായിരിക്കും. ഞാൻ പക്ഷേ ക്യാരറ്റ് ഇട്ടിട്ടില്ല. മല്ലിയിലയും വെളുത്തുള്ളിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് നമ്മൾക്ക് ഈവനിങ് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ. കണ്ടോ നന്നായിട്ട് മൊരിച്ച് ഇപ്പം തന്നെ നമുക്കത് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കറിയും വേണ്ട. ഇനി നമുക്ക് അതിനൊരു കറി ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ എല്ലാ പൊറോട്ടയും അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്കതിനൊരു കറി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ തേങ്ങ കൊത്തായിട്ടിരിക്കുന്നത്, നമുക്ക് തേങ്ങ ചിരണ്ടി വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ തേങ്ങ കൊത്തായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ മിക്കവാറും തന്നെ തേങ്ങ അരയ്ക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് എളുപ്പമല്ലേ, നമുക്ക് ചുരണ്ടി എടുക്കുന്ന ആ ഒരു താമസം വേണ്ടല്ലോ. ഞാനിങ്ങനെ തേങ്ങ കൊത്തിയെടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് അരച്ചെടുക്കുവാണ് സാധാരണ എല്ലാത്തിനും ചെയ്യുന്നത്. അതുപോലെ ഞാനിപ്പം കുറച്ച് തേങ്ങാക്കൊത്ത് അത് അരച്ച് വരുമ്പോൾ ഒരു അര കപ്പൊക്കെ ഉണ്ടാവും. അത് ചെറുതായിട്ട് അരിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരണ്ടിയെടുക്കാം. ഒരു മുറിയുടെ കാൽഭാഗം ചുരണ്ടിയെടുത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഇറച്ചിയിൽ നമ്മളിപ്പോൾ നൊയമ്പാണല്ലോ, ഇപ്പോൾ ക്രിസ്ത്യൻസിന് ഇപ്പം നൊയമ്പാണല്ലോ. അപ്പം നമുക്ക് വെജിറ്റബിളൊക്കെ വെജിറ്റേറിയൻ കറിയല്ലേ കൂട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇറച്ചി കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഇറച്ചിയുടെ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് പൊട്ടറ്റോ കൊണ്ട് ഞാനൊരു കറി ഉണ്ടാക്കുകയാണ്. ഇറച്ചി കറിയാണെന്ന് തന്നെ പറയത്തുള്ളൂ. നമ്മൾ ബീഫൊക്കെ വയ്ക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റിൽ നമ്മൾക്ക് പൊട്ടറ്റോ കൊണ്ടൊരു കറി ഉണ്ടാക്കാം. അതിനായിട്ടാണ് ആദ്യം ഞാൻ ഈ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പയിലേക്ക് വെച്ചു. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് ഇനി ഒരു തക്കോലമിട്ടു, 2 ഏലക്കായ ഇട്ടു. അതോടൊപ്പം തന്നെ 2 ഗ്രാമ്പു ഇട്ടു. ഒരു കറുവാപ്പട്ട വലുത് മുറിച്ച് അതും കൂടി ഇട്ടു. ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ഇട്ടു. ചെറിയ വെളുത്തുള്ളി ആയത് കാരണമാണ് അത്ര ഇട്ടത്. അതും കൂടി ഇട്ടു. ഒരു കഷ്ണം ഇഞ്ചി അത് ചെറുതായിട്ട് അരിഞ്ഞ്
അതും കൂടി ഇട്ടു. അതിനുശേഷം അതിലേക്ക് മുഴുവൻ മല്ലിയില്ലേ, മല്ലി അതൊരു 2 സ്പൂൺ, 2 ടേബിൾ സ്പൂൺ. അതോടൊപ്പം തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഇട്ടു, മുഴുവൻ കുരുമുളകും കൂടി ഇട്ടു. പിന്നീട് അതിലേക്ക് ഒരു വറ്റൽമുളക്, നമ്മളുടെ എരിവിനനുസരിച്ച്, നമ്മളിപ്പം കുരുമുളകൊക്കെ ഇടുന്നുണ്ടല്ലോ, നമ്മൾ ഒത്തിരി എരിവ് വേണ്ട, അതുകൊണ്ട് ഒരു വറ്റൽമുളകേ ഞാൻ ഇട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 or 2 കൂടി കൂടുതലിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്തിട്ട് ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. പൊടിയിടുന്നതിനെക്കാട്ടി ഇപ്പം പെരുംജീരകം അതുപോലെ ചെറിയ ജീരകം അതും കൂടി ഇടേണ്ടതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ പെരുംജീരകവും ചെറിയ ജീരകവും പൊടിച്ചതാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിടാത്തത്. അതും കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലിടുന്നത് നല്ലതാണ്. എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിഞ്ഞ് അത് പൊടിച്ചെടുക്കുമ്പോൾ നല്ലതാണ്. ഞാൻ അതിന് പകരമായിട്ട് ഇത് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ആ പൊടി ഇട്ട് കൊടുക്കും, പെരുംജീരകവും ജീരകവും. ഉണ്ടോ, ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകവും ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൊരിച്ചെടുക്കാം നമുക്ക്. ഇങ്ങനെ മൊരിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ മുഴുവൻ മല്ലിയും അതുപോലെ ഈ കുരുമുളകും അതുപോലെ വറ്റൽമുളകും അതുപോലെ പെരുംജീരകവും ജീരകവും കൂടി ഇങ്ങനെ ഇട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചൊക്കെ അരച്ച് ചേർക്കുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള നല്ല ടേസ്റ്റുണ്ട്. നമ്മൾ ഇറച്ചിക്കറി വയ്ക്കുമ്പോൾ ചേർക്കത്തില്ലേ, അതുപോലെ തന്നെ. എന്നിട്ടത് നന്നായിട്ട് നമുക്കൊന്ന് ആറിയിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പയിലേക്ക് വെച്ചു. ഞാൻ അതിനകത്തേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് ഒരു മുഴുത്ത സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതിട്ട് കൊടുത്തു. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നമ്മൾ പച്ചമുളകൊന്നും ഇടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളകും അതുപോലെ വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല. അപ്പം അത് ഏകദേശമൊക്കെ സവാള ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഒരു തണ്ട് വേപ്പിലയും കൂടി ഇട്ടു. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. നമ്മുടെ വേപ്പിലയുടെയൊക്കെ പച്ചമണമൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഇത്രയൊക്കെ മൂത്താൽ ഇനി ഒത്തിരി ഗോൾഡൻ കളറൊന്നും ആകണ്ട. നമ്മുടെ സവോള ഇതുപോലെ ആയാൽ മതി. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള മസാലകളൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. ഇനി ആ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുവാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതോടൊപ്പം തന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നമ്മളുടെ പൊറോട്ട അടുപ്പിലുണ്ട്, അതും ഇടയ്ക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. തക്കാളിയൊക്കെ നന്നായിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, തക്കാളി വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ആ മൂപ്പിച്ച് വെച്ച ആ മസാലകളില്ലേ, അതരച്ചത് അത് ചേർത്ത് കൊടുക്കാം. ആ മസാലയെല്ലാം ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് മൊരിയട്ടെ. സവോളയും അതുപോലെ തക്കാളിയും ആ മസാലകളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അതിനായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു അരക്കപ്പ് വെള്ളം ആ മിക്സ് കഴുകി ഞാൻ ഒഴിച്ചു കൊടുത്തു. നമുക്ക് തീ കൂട്ടി വയ്ക്കാം. പൊടികളിടുമ്പോൾ നമ്മൾ തീ കുറയ്ക്കണം. ഇനി നമുക്ക് അതിൻ്റെ ഉപ്പ് ഇച്ചിരി കുറവുണ്ട്. ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പൊട്ടറ്റോ കൊണ്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. ശരിക്കും ഇറച്ചിക്കറി പോലെ തന്നെ ഇരിക്കും. ഈ പൊറോട്ടയ്ക്കൊക്കെ വളരെ ടേസ്റ്റാണ്. ഞാനിതൊരു 4 ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചതാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആ മസാലകളൊക്കെ അതിനകത്ത് ഒന്ന് പിടിച്ച് കിട്ടണം. നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് നമ്മളെ ആ മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ആ മസാലകളൊക്കെ ആ കിഴങ്ങിലേക്കൊന്ന് പിടിക്കട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തുറന്ന് നോക്കി. നമ്മുടെ മസാലകളെല്ലാം നമ്മുടെ കിഴങ്ങിന് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട് അതിനകത്ത്. ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി, ആപ്പിൾ സിഡർ വിനാഗിരിയാണ് ഞാൻ ഒഴിക്കുന്നത്. അതും കൂടി ഒഴിച്ചു. ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് എല്ലാം കൂടി. ഇനി നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ, ഉണ്ടോ, തേങ്ങ അരച്ചതാണത്. അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആ പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ആ പാത്രം കഴുകി അങ്ങോട്ട് ആ തേങ്ങ മുഴുവൻ അരപ്പ് മുഴുവൻ കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പം നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡിന് ഈ പൊറോട്ടയും ഈ കറിയും കൂടി കൊടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, നമുക്ക് നൊയമ്പല്ലേ, ഇറച്ചി കൂട്ടാവോ, ഇറച്ചിക്കറി എന്തിനാണ് വെച്ചതെന്ന് ചോദിച്ചു. ഇറച്ചിയാണെന്നാണ് ഓർത്തത്. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇറച്ചിക്കറിയാന്നേ പറയത്തുള്ളൂ. അത്രയ്ക്കും നല്ല ടേസ്റ്റാണെന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ രീതിയിൽ. ഇപ്പം നമ്മളുടെ പൊറോട്ടയ്ക്ക് ഇത് വളരെ കോമ്പിനേഷനാണ്. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ
ഒരു ഒരിച്ചിരി മല്ലിയിലയും കൂടി തൂക്കി കൊടുത്താൽ നല്ലതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു തണ്ട് മല്ലിയില മതി, കുറച്ച് മതി. അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ കറി സെറ്റായി. ഇവിടെ വളരെ ടേസ്റ്റുള്ള നമ്മുടെ ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. നമുക്കിത് ചപ്പാത്തിയുടെ കൂട്ടത്തിലോ അപ്പത്തിൻ്റെ കൂട്ടത്തിലോ പുട്ടിൻ്റെ കൂട്ടത്തിലോ ഒക്കെ കൂട്ടാം. നമ്മുടെ പൊറോട്ടയുടെ കൂട്ടത്തിലും ഒക്കെ കൂട്ടാം. അപ്പം നമ്മൾ കൂട്ടാൻ പോകുന്നത് നമ്മുടെ പൊറോട്ടയുടെ കൂട്ടത്തിലാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഏത് കറിയാണെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആറി കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ നിറവും അതിൻ്റെ ഭംഗിയൊക്കെ വരുന്നത്. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിക്കറിയും അതുപോലെ പൊറോട്ട, ഗോതമ്പ് പൊറോട്ടയും ഉണ്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കറിയാം എങ്കിലും ഈ രീതിയിൽ ഉണ്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറിയും അതുപോലെ പൊറോട്ടയും കണ്ടോ. അത് മുറിക്കുമ്പോൾ നമ്മൾ പൊറോട്ട മുറിക്കുമ്പോൾ ലെയറുകളായിട്ട് വരും. ആ മല്ലിയിലയും ആ വെളുത്തുള്ളിയും ഒക്കെ ഇട്ടത് കാരണം നല്ല മുരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് കൂട്ടി ഉണ്ടോ, ഇതിൻ്റെ സൈഡൊക്കെ ഇരിക്കുന്നുണ്ടോ. നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ ശരിക്കും പൊറോട്ട ആ ലെയറുകളായിട്ട് വരുന്നത് പോലെ തന്നെ വരും. കണ്ടോ, ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇച്ചിരി നമ്മളുടെ കറിയും കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞ് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. കമൻ്റ് ഇടണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഞാനിട്ട വീഡിയോകളെല്ലാം നിങ്ങൾ കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.